guys, welcome back to my YouTube channel. This is Tejatangu and you are watching Tejatangu Diaries. നമുക്ക് സംഭവം എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല, ഞാൻ പറഞ്ഞേ കൊടുത്തിട്ടില്ല. എന്നാൽ ഏകദേശം എന്തായിരിക്കും ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്കൊരു സർപ്രൈസ് എന്ന് പറയുമ്പോൾ എന്താവാനാണ് ചാൻസ്? ബർത്ത്ഡേക്ക് എന്തെങ്കിലും നീ ചെയ്യാനായിരിക്കും. നിങ്ങളുടെ ബർത്ത്ഡേന് എപ്പോഴാണ്? സോറി മോളെ, ഇത് ബർത്ത്ഡേ റിലേറ്റഡ് ഒന്നുമല്ല. സംഭവം ഞാൻ അമ്മക്ക് 10,000 rupees തരും, ശരിക്കും തരും. 1 hour സമയമുണ്ട് സ്പെൻഡ് ചെയ്യാൻ. ഈ 10,000 rupees സ്പെൻഡ് ചെയ്യുന്നതിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. കണ്ടീഷൻ നമ്പർ 1, നിങ്ങൾ ഈ 10,000 കൊണ്ട് 10 സാധനങ്ങൾ വാങ്ങിയിരിക്കണം. ഓക്കെ, എന്തും 10 സാധനം വാങ്ങിയിരിക്കണം. പക്ഷെ ഇപ്പോൾ ഒരു ഡ്രസ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഡ്രസ്സ് വാങ്ങാൻ പറ്റൂല. ഒരു ബാഗ് വാങ്ങിച്ചു കഴിഞ്ഞാൽ വീണ്ടും ബാഗ് വാങ്ങാൻ പറ്റൂല. അതന്നെ ഡിഫറൻസ് ആയിരുന്നു. വേണമെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഒരു കടയിൽ ബേക്കറി പോയി ഒരു മിഠായി വാങ്ങിച്ചോ, അത് കഴിഞ്ഞ് വേറൊരു സൂപ്പർ വില പ്രശ്നമില്ല. പക്ഷെ വേറൊരു പ്രശ്നം എന്താന്ന് വെച്ചാല്, ആദ്യം വാങ്ങുന്ന സാധനത്തിനേക്കാളും 1 രൂപയെങ്കിലും കൂടുതലായിരിക്കണം രണ്ടാമത് വാങ്ങണം. ഇനി എങ്ങാനും നിങ്ങൾ 1 മണിക്കൂർ തീരുമ്പത്തേനും 10 സാധനം വാങ്ങിയില്ലെങ്കിൽ ഇത് മൊത്തം ഞാൻ എടുക്കും. ഇനി എങ്ങാനും 15 രൂപ കൂടിക്കഴിഞ്ഞാല് നീ ഇങ്ങനെ ഈ പൈസ കണക്കൊന്നും പറയാൻ പാടില്ല. 1 രൂപ കൂടുതൽ, 2 രൂപ കൂടുതൽ, അങ്ങനെ ചിന്തിക്കാൻ തന്നെ. അപ്പൊ എന്ത് ചെയ്യാ, ആദ്യം ഒരു 100, 200, 300 കാറ്റഗറി വാങ്ങുക, പിന്നെ ഒരു 500, 600 കാറ്റഗറി, അങ്ങനെ 10,000 എക്സിഡ് ചെയ്യാൻ. അല്ലാതെ ഇതെന്താ എളുപ്പപ്പണി തന്നാല് സമയം പറയാൻ എന്തോ ഒരു ഹോൾ ഡേ നിങ്ങൾക്ക് തരണം. പിന്നെ ഗൈസ്, ഈ കണ്ടന്റ് ഞാൻ അന്തസ്സായി കോപ്പി അടിച്ചതാണ്. ആ യൂട്യൂബറിന്റെ പേര് എനിക്ക് ഓർമ്മല്ല. പക്ഷെ നല്ല പോപ്പുലറായ ഒരു മലയാളം യൂട്യൂബറിന്റെ കണ്ടന്റ് ആണ്. ഇന്നലെ ഞാൻ വെറുതെ യൂട്യൂബ് സ്ക്രോൾ ചെയ്യുമ്പോൾ എനിക്ക് കണ്ടതാണ്. ഈ കണ്ടീഷനാണ് ആ ചേട്ടൻ പറഞ്ഞത്. ഞാനത് അതേപോലെ കോപ്പി അടിക്കണം, അത് എന്നെ ചെയ്തേ പറ്റും. ഞാനിത് ആരെ നോക്കിയിട്ടാണ്, അർജുൻ MP ഷോർട്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഒരു ചേട്ടൻ ചെയ്യുന്ന കണ്ടതാണ് ഞാനിപ്പോൾ കോപ്പി അടിച്ചത്. ആ ചേട്ടൻ സ്ട്രേഞ്ചേഴ്സിനാണ് ഇത് ഈ ഓഫർ കൊടുക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് തന്നെ സന്തോഷിക്കാം. അല്ലാതെ ഞാൻ ആലോചിക്കണം എന്തൊക്കെ വാങ്ങിക്കേണ്ടത്. ആലോചിക്കാൻ ഞാൻ വേണമെങ്കിൽ ഒരു 10 minutes തരാം. അതിൻ്റെ ഉള്ളിൽ ഏതൊക്കെ കടയിൽ ഏകദേശം പോകണമെന്നും എന്തൊക്കെ സാധനം വാങ്ങണമെന്നും ഏറ്റവും വില കുറഞ്ഞ സാധനം ഏതാണെന്നുള്ളത് കൊണ്ട് അത് ആദ്യം വാങ്ങാനും ശ്രമിക്കണം. എന്നിട്ട് അതൊന്ന് ഓർഡർ ആക്കാൻ ഞാൻ ഒരു 10 to 15 minutes ഇപ്പോൾ തരാം. എന്നിട്ട് ടൈം സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ 1 hour ഉള്ളൂ. പറഞ്ഞിട്ടൊരു കാര്യമില്ല. ആ വണ്ടിയിലേക്ക് എങ്ങനെ പോവും? വണ്ടി എടുത്ത് പോകണം. അപ്പോൾ ബോധപൂർവ്വം ചിന്തിക്കണം. നീ വരില്ലേ? ഞാനും കൂടെ വരും. ഞാൻ വണ്ടി ഓടിക്കില്ല കേട്ടോ. എനിക്കെല്ലാം കൂടെ പറ്റില്ല. ടെൻഷനോ നീ വണ്ടി ഓടിക്കണം. 1 hour 10 സാധനം വാങ്ങിയില്ലെങ്കിൽ ഇത് ഫുൾ ഞാൻ എടുക്കും. അത് പറ്റില്ല. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. ശരി ശരി ഗൈസ്, അമ്മ ഒന്ന് ആലോചിക്കട്ടെ. നമുക്ക് അപ്പത്തേനും വരാം. എന്നിട്ട് അമ്മ ആലോചിച്ചതിന് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, ചലഞ്ചൊക്കെ പോകുന്നതിന് മുന്നേ ഞാനും എൻ്റെ അമ്മയും ഒരേപോലെ ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എസ്പെഷ്യലി എൻ്റെ അമ്മ. എന്താ അത്? എന്റെ സ്കിന്നൊക്കെ നല്ല പ്രശ്നമാവണടാ. അതെ, എന്റെ സ്കിന്നില് ഡൾനെസ്സും അതുപോലെ അമ്മന്റെ സ്കിന്നില് ഡാർക്ക് സ്പോട്ട്, പിഗ്മെന്റേഷൻ, റിങ്കിൾസ്, ഇങ്ങനെ ഈ വകപ്പെട്ട എല്ലാ ഇതും ഉണ്ട്. ചിരിക്കണ്ട, എന്തോ ക്രെഡിറ്റ് കിട്ടിയ പോലെയാണ്. അപ്പൊ ആക്ച്വലി ഉണ്ട്. സോ അമ്മന്റെ എല്ലാ പ്രശ്നത്തിനും ആരാണ് സൊല്യൂഷൻ കണ്ടുപിടിച്ച് തരാറ്? അതെ, അതുകൊണ്ട് ഞാൻ നമുക്ക് വാങ്ങിച്ചെടുത്താണ് പ്യുർ ഒറിജിന്റെ കൊറിയൻ വിറ്റാമിൻ C ബ്രൈറ്റ് ബൂസ്റ്റിംഗ് ഫേസ് സീറം. ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? അറിയില്ല. ഇതിനകത്ത് 20 times പ്യുർ വിറ്റാമിൻ C ഉള്ളത് കൊണ്ട് ഇത് നമ്മുടെ സ്കിന്നിന്റെ ഉള്ളിൽ പോയിട്ട് ഡാർക്ക് സ്പോട്ടിനൊക്കെ ഫ്രം വിത്തിൻ തന്നെ ഇത് ശരിയാക്കി തരും. എത്ര ദിവസത്തിലെ റിസൾട്ട് അറിയും? ജസ്റ്റ് 3 days തന്നെ ചേഞ്ചസ് നമുക്ക് നോട്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓഹോ. പിന്നെ ഇതിനകത്തുള്ള യൂസു ലെമണും വിറ്റാമിൻ സിയും ഇത് രണ്ടും കൂടെ നമ്മുടെ സ്കിന്നിന്റെ ഉള്ളിൽ പോയിട്ട് സ്കിന്നിനെ ഫ്രം വിത്തിൻ തന്നെ ഹൈഡ്രേറ്റ് ചെയ്യാനും പറ്റും. ആൻഡ് നമുക്ക് ഹോൾഡ് ഒരു ഡ്യൂയി ബ്രൈറ്റ് ബൂസ്റ്റിംഗ് ഗ്ലോയും തരും. പിന്നെ ഇതൊന്നും വെറുതെ പറയുന്നത് മാത്രമല്ല, സയന്റിഫിക്കലി പ്രൂവൻ ആണ് ഇത് 7 days നമുക്ക് ചേഞ്ചസ് തന്ന് നല്ല റിസൾട്ട് തരും എന്നുള്ളത്. പിന്നെ ഇത് നോൺ സ്റ്റിക്കി ഫോമിൽ ചെയ്തുകൊണ്ട് സ്കിന്നിന് ഹെവിനെസ് ഒന്നും ഉണ്ടാവില്ല, ക്വിക്ക് അബ്സോർബിംഗ് ആണ്. അപ്പൊ ഒറ്റ സ്റ്റെപ്പിൽ സ്പോട്ട്ലെസ് ഗ്ലോ കിട്ടുമോ? യെസ്, ആൻഡ് എന്റെ കോഡായി TD2025 പ്യുർ ഒറിജിന്റെ വെബ്സൈറ്റിൽ യൂസ് ചെയ്യണമെങ്കിൽ 15% ഓഫ് കിട്ടും. സോ മറക്കണ്ട. പിന്നെ അത് മാത്രമല്ല, പ്യുർ ഒറിജിന്റെ പ്രോഡക്ട്സ് നമുക്ക് ഫ്ലിപ്കാർട്ട്, ആമസോൺ, മീഷോ ആൻഡ് പേർപ്പിളിലും കിട്ടും. സോ ഇത് ഞാൻ നമുക്ക് ഗിഫ്റ്റ് ചെയ്താണ്. ഇത് കഴിഞ്ഞ പിന്നെ ഒറ്റയ്ക്ക് വാങ്ങണം. ഓക്കെ. ഗൈസ്, അങ്ങനെ അമ്മ എൻ്റെ സാധനമൊക്കെ അമ്മ ഫിഗർ ഔട്ട് ചെയ്തു. കറക്റ്റ് കൊടുത്ത സമയത്തിനുള്ളിൽ തന്നെ ചെയ്തു. പക്ഷെ സംബന്ധിച്ച് ഞാൻ നമുക്കൊരു ടിപ്പ് പറഞ്ഞു കൊടുത്തു, എങ്ങനെ ഈ കാര്യം ആക്കണം. എന്താ അഹങ്കാരി? സമ്മതിച്ചു. ഞാൻ ടൈമർ വെക്കാൻ പോണ 1 hour. നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് നല്ല ടെൻഷൻ ഉണ്ട്, കയ്യിൽ നിന്ന് എല്ലാം പോകുന്നവാ. അപ്പൊ ആദ്യം എങ്ങോട്ടാ പോകണ്ടേ? സൂപ്പർ മാർക്കറ്റിൽ. അപ്പോൾ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോവാം ഗൈസ്.
സ്റ്റാർട്ടായി വാ വാ. ഗൈസ്, അമ്മ സൂപ്പർ മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് ഓടിയിട്ടുണ്ട്. അമ്മക്ക് ഇപ്പോഴും ഇതിന്റെ ആ ഒരു സാധനം നേരെ മനസ്സിലായിട്ടില്ല. അമ്മ കുറച്ചുകൂടെ എവിടെങ്കിലൊക്കെ എത്തുന്നുള്ള രീതിക്കാണ് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടെ ടാസ്കിന്റെ അടുക്കുമ്പോഴാണ് അമ്മക്ക് മനസ്സിലാവുകയെന്ന്. അപ്പൊ എന്താ വാങ്ങുന്നതെന്ന് എനിക്കറിയില്ല. ഉള്ളിലേക്ക് ഓടിയിട്ടുണ്ട്, നോക്കാം. സ്ലോ മോഷൻ കളിച്ച് നിൽക്കുന്നുണ്ട് അമ്മ. 55 മിനിറ്റ്സ് ഉള്ളൂ. എന്തോ കാട്ടി നിൽക്കുന്നു മനസ്സിലാവും. മുന്തിരിയാണ് വാങ്ങുന്നത്. സോ ഫ്രൂട്ട്സ് എന്നുള്ള കാറ്റഗറി കഴിഞ്ഞു. നല്ലതൊക്കെ നോക്കി സെലക്ട് ചെയ്ത് എത്ര സമയമാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആദ്യം എടുത്തതിനേക്കാൾ വില കൂടുതലായിരിക്കണം. മുന്തിരി, കടല, ചോക്ലേറ്റിനേക്കാൾ വില കൂടുതലായിരിക്കണം എടുക്കുന്ന നെയിൽ പോളിഷിന്. ഇനി മുന്തിരിനേക്കാൾ വില കൂടുതലാണ് കടലയ്ക്കെങ്കിൽ മാത്രമേ കടല എടുക്കുള്ളൂ. കടലേനേക്കാൾ വില കൂടുതലായിരിക്കണം ചോക്ലേറ്റിന്. 3 സാധനം ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഒന്ന് ഫ്രൂട്ട്സ്, ഒന്ന് കടല, പിന്നെ ചോക്ലേറ്റ്. ആക്ച്വലി 3ഉം ഈറ്റബിൾസിൽ പെടുന്ന സാധനമാണ്. പക്ഷെ ഈറ്റബിൾസിൽ 3 കാറ്റഗറീസിൽ പെടുന്ന സാധനമാണ്. അമ്മ പാവണ്ട. ആക്ച്വലി നല്ല ടെൻഷൻ അടിച്ചു. കാരണം പൈസ കുറേ കിട്ടി വാങ്ങാൻ. അപ്പം നല്ല സന്തോഷമുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ വെച്ചപ്പോൾ സ്ട്രെസ്സായി. ഇനി 49 മിനിറ്റ്സാണ് റിമൈനിങ്. ഗൈസ്, എന്തോ കയ്യിൽ 3 സാധനം എടുത്തിട്ടുണ്ട്. മുന്തിരിയൊക്കെ മാറ്റിയപ്പോൾ ബീട്രൂട്ടായി. ഈ 3 സാധനം നമുക്ക് അപ്രൂവ് ചെയ്യാം. ഓർഡറിൽ കറക്റ്റ് എമൗണ്ട് മേളിക്കാണോ നോക്കിയിട്ട് ഗൂഗിൾ പേ ചെയ്യാം. ലാസ്റ്റ് ഞാൻ തരാം. ഇത് ലാഭായി. ലാസ്റ്റ് അമ്മേനെ പറ്റിക്കാം. എന്താ ഓടുന്നത് കണ്ടു. ബില്ല് ചെയ്യാൻ പറ്റി. അമ്മ പൈസ കൊടുക്കപ്പെടുമ്പോ അമ്മ ഓടിപ്പോയി. നല്ല രസമുണ്ട് ഒരാളെ ഇങ്ങനെ ഇട്ട് ടെൻഷൻ ആക്കുമ്പോൾ. യെസ്, എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു ഒരാളെ ഇങ്ങനെ ഇട്ട് പരക്കം വയ്ക്കാൻ. അമ്മ, ഇപ്പോൾ അമ്മ വാങ്ങിച്ച സാധനങ്ങൾ ഞാൻ ഇപ്പം തന്നെ നോക്കി വെരിഫൈ ചെയ്ത് അപ്രൂവ് ചെയ്യേണ്ടതാണോ നല്ലത്, അതോ എൻഡിൽ ചെയ്താൽ മതിയോ? ഓക്കെ, ശരി. ബില്ല് കയ്യിലുണ്ട്. ശരി, ആദ്യം നിങ്ങൾ എന്താ ബീട്രൂട്ടാണ് വാങ്ങിയത്. ബീട്രൂട്ട് 29 രൂപ. രണ്ടാമത് കടലയാണ് വാങ്ങിയത്. വെരി ഗുഡ്, 105 രൂപ. മൂന്നാമത് വാങ്ങിയത് ചോക്ലേറ്റ് ആണ്, 110 രൂപ. നാലാമത് വാങ്ങിയത് നെയിൽ പോളിഷ് ആണ്, 125 രൂപ. വെരി ഗുഡ്. 44 മിനിറ്റ് ആണ് ബാക്കിയുള്ളത്. അടുത്ത എങ്ങോട്ടാ പോകേണ്ടത് പറ. വെസ്റ്റ് സൈഡിൽ പോവാ. ഓക്കെ, വെസ്റ്റ് സൈഡിൽ പോവാ. ഗൈസ്, നമ്മൾ വെസ്റ്റ് സൈഡ് എത്തി. താഴേക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ വരുമ്പോഴത്തേന് അമ്മ ഞാൻ ഓടട്ടെ എന്ന് പറഞ്ഞ് മേളെന്നെടുത്ത് ഓടി. അപ്പോൾ ഇനി നമുക്ക് 37 മിനിറ്റ്സ് ആണ് ബാക്കിയുള്ളത്. വെസ്റ്റ് സൈഡിൽ ഇവിടെ ഡ്രസ്സസ് ഉണ്ട്, ബാഗ് ഉണ്ട്, ചെരുപ്പുണ്ട്. അതുകൊണ്ട് അമ്മ 3 എടുക്കാനാണ് ചാൻസ്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ വിലയും കൂടെ നോക്കണമല്ലോ. അത് നല്ലൊരു കണ്ടീഷനായിരുന്നു നമ്മൾ വെച്ചത്. അമ്മ ടെൻഷൻ അടിച്ച് ഓടുമായിരുന്നു. ഞാൻ ഇതുവരെ അമ്മ ഓടണ കണ്ടു. ടെൻഷൻ അടിക്കുന്നു. എടുത്തു വെച്ചാ ഓൾറെഡി എടുത്തു വെച്ചു. പെർഫ്യൂം ഒക്കെ വാങ്ങണോട്ടാ. എടാ, പെർഫ്യൂം വാങ്ങണോ? അപ്പൊ അത് വീണ്ടും വേറെ കാറ്റഗറി ആയി. പാവം സമയത്ത് മണമൊക്കെ പാവം എന്തൊക്കെയോ നടക്കുന്നുണ്ട്. എനിക്ക് കാണുമ്പോൾ നല്ല കോമഡി ആയിട്ടുണ്ട്. പക്ഷെ ഇടയ്ക്ക് ഒരു സങ്കടം വരുന്നുണ്ട്. പാവം അമ്മനെ ഓടിപ്പിക്കുന്ന വയസ്സം കാലത്ത്. കുഴപ്പമില്ല, ഓടട്ടെ. ഗൈസ്, ഇവിടെ മര്യാദക്ക് ഒരു ചെരുപ്പ് ഇട്ടിട്ട് അവിടെ 100 ചെരുപ്പ് വീണ്ടും മാറ്റി നോക്കാം. എത്ര ഉണ്ട് സമയം ബാക്കി? അമ്മ 33 മിനിറ്റ്സ് ഉള്ളൂ. ഓക്കെ, അവസാനം ചെരുപ്പൊന്ന് ചൂസ് ചെയ്തു. ആ ചെരുപ്പിനേക്കാൾ പൈസ കൂടിയത് വേണം ഇനി എടുക്കാൻ. എന്തിനാ ഇവിടെ തപ്പണ്? എന്താണ് ഇതിന് എത്ര രൂപയാ? ഞാൻ ചെരുപ്പ് എടുത്തിട്ടില്ലാന്ന്. ഇപ്പൊ സ്മാർട്ടായിട്ടാ. ഞാൻ വിചാരിച്ചില്ല ബുദ്ധി ഉണ്ടെന്ന്. ആക്ച്വലി നല്ല സമയമുണ്ട്. ഇവിടുന്ന് ഇപ്പം 4 എടുത്തു. മേളിൽ പോയി ഡ്രസ്സും കൂടെ എടുത്താൽ 5 ആയി. അപ്പോൾ 9 ആക്ച്വലി ഇപ്പം കഴിയാനായി. ഇതിപ്പോൾ ബോയ്സിനെ കൊടുത്തെങ്കിൽ ബോയ്സിന് കുറേ സാധനം ഉണ്ടാവും. അമ്മ ആയതുകൊണ്ട് അമ്മക്കൊരു കമ്മലും മാലയും വാങ്ങിച്ചാൽ ഹാപ്പിയാണ്. 10,000 പോയിട്ട് 5,000 പോലും എത്തൂല. അയ്യോ, ഇനി അമ്മ 10th ഐറ്റം നല്ല വില കൂടിയത് വാങ്ങാനാണോ? ഓ മൈ ഗോഡ്, ഞാൻ വിചാരിക്കാത്തൊരു ബുദ്ധി അമ്മക്കുണ്ടാ. വണ്ടിയിൽ നിന്ന് പറയണ്ടായിരുന്നു ഞാൻ അല്ലറ ചില്ലറ വാങ്ങിയിട്ട് ലാസ്റ്റ് ഏറ്റവും കൂടുതലൊരു സാധനം വാങ്ങുന്നു. 1 സെക്കൻഡ് കണ്ണടച്ചാസ്ത്രി ഡിസപ്പിയർ ആവും.
ഗൈസ് അമ്മ അടുത്തോണ്ട് പോകുന്നത് എനിക്ക് നല്ല ഇഷ്ടമായി. അമ്മേനെ മാനിപ്പുലേറ്റ് ചെയ്തത് ഞാൻ സ്വന്തമാക്കുന്ന വിചാരിക്കുന്നു. ബ്യൂട്ടിഫുൾ. ഇനി നിങ്ങൾക്ക് രസമില്ലെങ്കിൽ ഞാൻ എടുക്കാം. ഇതിന് എത്ര രൂപയാണ്? സാൻഡൽ ബാഗ്, സാൻഡൽ, ഡ്രസ്സ്. എത്ര? 1 2 3 4 5. ലിപ്സ്റ്റിക്ക് വാങ്ങിയില്ല? ഇല്ല, അത് ഞാൻ ലിപ്സ്റ്റിക്ക് വേണ്ട. ലിപ്സ്റ്റിക്ക് പറ്റൂല. പറ്റില്ല. കാരണം നിങ്ങൾ നെയിൽ പോളിഷും പെർഫ്യൂമും വാങ്ങി. അപ്പം ഇനി ലിപ്സ്റ്റിക്കും പറ്റൂല. ഇവിടെ ഉള്ളത് കഴിഞ്ഞു. വേഗം പോയി ബില്ല് ചെയ്യേ. അമ്മ അതിൽ ജയിക്കും തോന്നുന്നു. ഇനിയുണ്ട് 28 മിനിറ്റ്സ്. അമ്മക്കിനി ഓടുന്നു. സാധാരണ നടക്കാൻ പറഞ്ഞ മടിയുള്ള സ്ത്രീയാണ്. ഇപ്പൊ സ്റ്റെപ്പൊക്കെ ചാടി ഡിങ്കിനെ പോലെ പോകുന്നു. ഗൈസ് അമ്മ ഇവിടുന്ന് എന്തൊക്കെയാ വാങ്ങിയത് ചോദിക്കാം. എന്തൊക്കെയാ ഇവിടുന്ന് വാങ്ങിയത്? ഒരു ഇയറിങ്സ്, പിന്നെ ഒരു പെർഫ്യൂം, ബാഗ്, ഒരു ഫുട് വെയർ, ഒരു ഡ്രസ്സ്. അപ്പം എത്ര എണ്ണ ഇവിടുന്ന്? 1 2 3 4 5 ആയി. മറ്റേ ഇവിടുന്ന് 4 ആയി. ടോട്ടൽ 9 സാധനം അമ്മ വാങ്ങി. ടൈം 26 മിനിറ്റ്സ് ബാക്കിയുണ്ട്. ഇനി ആകെ ഒറ്റൊന്നേ വാങ്ങാനുള്ളൂ. ഗൈസ് അമ്മ 5900 റുപ്പീസാണ് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ടോട്ടൽ സ്പെൻഡ് ചെയ്തത്. 9 പ്രോഡക്ട്സ്. സോ ഇനി നമുക്ക് ഒറ്റ പ്രോഡക്റ്റേ വാങ്ങാൻ പറ്റുള്ളൂ. പക്ഷെ അമ്മൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 4100 ആണ്. ബ്രില്യൻ മൂവ്. പക്ഷെ സത്യം പറഞ്ഞാൽ അമ്മ അതൊന്നും അറിഞ്ഞിട്ട് ചെയ്തതല്ല. അത് അമ്മക്ക് കണ്ടാൽ മനസ്സിലാവും. അതെ, എന്ത് തോന്നുന്നു ഇത്ര സമയം എടുത്ത്? അയ്യോ ഓടുന്നു. വാ. ഓക്കെ, ഇനി ആകെ ഒറ്റ സാധനം വാങ്ങണം. എങ്ങോട്ടാ പോണേ? ജ്വല്ലറി പോവാം. ജ്വല്ലറിയിൽ നിങ്ങൾ 4 രൂപക്ക് എന്താ വാങ്ങണേ? ആരെങ്കിലും എന്തെങ്കിലും ചെറുതെന്തെങ്കിലും വാങ്ങിക്കാം. ആരെങ്കിലും സ്വർണം വാങ്ങാൻ. പിന്നെ ഗൈസ് നമുക്ക് കുറച്ച് ബുദ്ധി ഇല്ല, പക്ഷെ ആക്ച്വലി കുറച്ച് സ്മാർട്ട് മൂവ് ആണ് ചെയ്തത്. കാരണം 4 രൂപക്ക് അമ്മ ഒരു 1/2 ഗ്രാം സ്വർണം വാങ്ങിച്ചാൽ നാളെ അതിൻ്റെ വാല്യൂ കൂടും. ആക്ച്വലി അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഒരു അസറ്റ്. വർത്താനം പറഞ്ഞ എൻ്റെ സമയം കളയാം. ഗൈസ് അമ്മ ജ്വല്ലറിന്റെ ഉള്ളിലേക്ക് പോയി. നമ്മൾ പാർക്ക് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മൾ വീണ്ടും നേരത്തെ പോലെ ഓടി. അപ്പൊ അമ്മ പറഞ്ഞു 1/2 ഗ്രാമിന്റെ ഗോൾഡ് കോയിൻ ഇല്ലെങ്കിൽ ഞാൻ വേഗം തിരിച്ചു വരാം. അപ്പൊ ഇത്ര നേരമായിട്ട് അമ്മ വന്നിട്ടില്ല. സോ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് 1/2 ഗ്രാമിന്റെ ഗോൾഡ് കോയിൻ ഉണ്ട്. ഗൈസ് അമ്മക്ക് ബാക്കിയുള്ളത് 4077 റുപ്പീസ് അല്ലെ 87 റുപ്പീസാണ്. പക്ഷെ ഇവിടെ 1/2 ഗ്രാമിൻ്റെ ഗോൾഡ് കോയിന് 4200 വരും. എന്നുവെച്ചാൽ അമ്മക്ക് കൊടുത്ത എമൗണ്ടിനേക്കാൾ ഒരു 150-170 രൂപ കൂടുതൽ. അതുകൊണ്ട് അമ്മ ഇപ്പം മൂക്കുത്തിയാണ് നോക്കുന്നത്. അപ്പം എനിക്ക് ബോണസായി, കാരണം മൂക്കുത്തി എനിക്കാണല്ലോ കിട്ടുക. ചിലപ്പോൾ ചേച്ചി അടിച്ചു മാറ്റും, പക്ഷേ നോക്കാം. 4 രൂപക്ക് മൂക്കുത്തിയെ കിട്ടിയവർ അമ്മ അവിടെ കിടന്ന് മൂക്കുത്തി തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ എനിക്ക് ലാഭമായി. ഗൈസ് അമ്മ വാച്ച് വാങ്ങാൻ വേണ്ടി പോയി. എനിക്ക് പോകാൻ പറ്റിയില്ല. അമ്മനോട് ഡ്രോപ്പ് ചെയ്തിട്ട് എനിക്ക് വണ്ടി നിർത്താൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ടൗണിൻ്റെ മറ്റേ ചുറ്റും ഇങ്ങനെ കറങ്ങി കളിക്കുകയാണ്. അപ്പോൾ ഞാൻ അമ്മൻ്റെ അവിടെ വല്ലവർക്കും വണ്ടി നിർത്തി പോകാൻ പറ്റുമോ നോക്കാം. ഞാൻ 8 മിനിറ്റ്സ് നമുക്ക് ബാക്കി. സമയം എല്ലാം കഴിഞ്ഞിട്ടാണ് അമ്മ തിരിച്ച് വാച്ച് വാങ്ങിയത്. എത്തിയതല്ലേടാ, നടന്ന് ഇവിടെ എത്തിയാലും അത് നിന്റെ പറഞ്ഞൊന്നുമില്ല. നീ എത്ര മിനിറ്റ് പിന്നെ നീ എന്താ വന്നില്ല? അപ്പൊ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലായിരുന്നു. ഞാൻ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കഴിഞ്ഞ പോലെ വരാൻ പറ്റുമോ? ഇത്രയൊക്കെ ചെയ്തിട്ട് നീ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ലാട്ടാ. അപ്പോൾ ഇത് ആകെ ക്വാളിഫൈ ചെയ്യാൻ ഒറ്റ വഴിയുള്ളൂ. ഞാൻ ബിൽ ചെയ്ത ടൈം നോക്കും. ടൈമിൻ്റെ ഉള്ളിലാണെങ്കിൽ മാത്രം ഇതെല്ലാം ഞാൻ 5:08 തീരേണ്ടതാണ്. ഇപ്പം 5:11. എവിടെ? ശരി നോക്കട്ടെ. 5:02 ഇവിടെ 2. ഓക്കെ. എത്ര നേരം കഴിഞ്ഞിട്ടായിരുന്നു? എനിക്ക് വാച്ച് നോക്കാൻ പോയി, അതാ പ്രശ്നം. ഇത് ഭാഗ്യത്തിന് ബില്ല് ചെയ്തതായി. എങ്ങനെ 6 മിനിറ്റ് കൂടെ കഴിഞ്ഞാണെങ്കിൽ തോന്നും. ഫാസ്റ്റ് ട്രാക്ക് ഒക്കെ വാങ്ങിയിട്ട് വന്നിട്ട് ഞാൻ ഇനിയും വേണ്ട. എനിക്ക് ഇങ്ങനത്തെ ഇഷ്ടമല്ല. എനിക്ക് ഇങ്ങനത്തെ വാച്ച് ഇഷ്ടമല്ല. ഓ ദാ ഗൈസ് അമ്മ വാങ്ങിയ വാച്ച്.
സൂപ്പർ വാച്ചാണ്. ജെല്ലി ഫിഷ് അതിൻ്റെ ഉള്ളില്. എത്ര രൂപയായി? 3700. 3700. ഓക്കെ, അപ്പൊ ബാലൻസ് 400 രൂപ വെച്ചു ഏകദേശം. ഓക്കെ, ഗുഡ്. എന്താ പറയാനുള്ളത്? എനിക്ക് ശ്വാസം വീണത് ഇപ്പോഴാണ്. ഇത്ര നേരം ഞാൻ നിങ്ങൾ എന്താ കണ്ണ് നിറഞ്ഞിരിക്കണേ? അത് കണ്ണ് ചൊറിഞ്ഞിട്ട് അത് ടെൻഷനിലാകുമ്പോ അമ്മ വന്നപ്പോ ഞാൻ പറയാം കൂടി എനിക്ക് ഇത്ര ടെൻഷൻ ഇല്ല, അറിയോ? അത് പിന്നെ പിറ്റ് എഴുതുമ്പോ എന്തിനാ ഇത്ര ടെൻഷൻ? നിങ്ങൾ ഹോൾ ടിക്കറ്റ് പിറ്റ് എഴുതി പോയില്ല. ഓക്കെ, അമ്മ അങ്ങനെ സക്സസ്ഫുള്ളി ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. അമ്മ വാങ്ങി 10ഉം ഓരോന്നും ഒന്നിനേക്കാൾ പൈസ കൂടുതലായിരുന്നു. 10 ഐറ്റംസ് വാങ്ങി, അതും 1 മണിക്കൂറിന് മുന്നേ. അങ്ങനെ 1 മണിക്കൂറിൽ 10,000 രൂപ കളഞ്ഞു. എന്താ തോന്നുന്നത്? നീ എനിക്ക് 10,000 അഹങ്കാരി. നീ എനിക്ക് 50,000 തന്നാലും നീ പറയില്ലേ 1 മണിക്കൂറിൽ 50,000 കളഞ്ഞു? ശരിക്കും 1 മണിക്കൂർ 10,000 തരുമ്പോൾ നിങ്ങൾ 5,000 ചെലവാക്കാൻ പാടുള്ളായിരുന്നു. ഇത് 10,000 ചെലവാക്കി. ആ, നീ പറഞ്ഞതിന്റെ ഓർഡർ ആയിട്ട് വരുമ്പോ അതും ഒരേ ഐറ്റം എടുക്കാൻ പാടില്ല പറയുമ്പോഴും ഒരേ കാറ്റ്. അപ്പൊ ഞാൻ ആലോചിക്കണ്ട, അയ്യോ ഇതും പറ്റില്ല അതും പറ്റില്ല. സന്തോഷായില്ലേ? എനിക്ക് നല്ല സങ്കടമുണ്ട്. സത്യമായിട്ട് എനിക്ക് ആ ഡ്രസ്സും ഇതും ഇതൊക്കെ വാങ്ങിച്ച നല്ല സങ്കടമുണ്ട്. ആയിക്കോട്ടെ, എന്നാലും അമ്മ സക്സസ്ഫുള്ളി ടാസ്ക് ജയിച്ചു. ഓ കൺഗ്രാറ്റ്സ്. 10 സാധനം സ്വന്തമായിക്കണം. നിങ്ങളൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തു. പക്ഷെ അപ്പൊ പകുതി എനിക്ക്. ആ ചുരിദാർ ഞാൻ നോട്ടിട്ടിട്ടുണ്ട്, ഞാൻ അടുക്കാതെ ചെറുതാക്കിയിട്ട്. അപ്പൊ ഗൈസ്, എന്നോട് എന്ത് നന്ദി പറ. താങ്ക്സ്, എനിക്ക് ഇത്രയൊക്കെ തന്നല്ലോ. ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെയൊന്നും കിട്ടുന്നു. ഇന്നത്തെ ദിവസം രാവിലെ എണിച്ചപ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടുന്നത് വിചാരിച്ചില്ല. അപ്പൊ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനി ഇതുപോലത്തെ അടിപൊളി ടാസ്ക് ഞാൻ വേറെ യൂട്യൂബേഴ്സിനെ നോക്കി കോപ്പി അടിച്ചിട്ട് വരുന്നതായിരിക്കും. ഞാൻ റെഡി ചെയ്യാം. റെഡി വേണ്ട, നിങ്ങളെ കൊണ്ടുള്ളത് കഴിഞ്ഞു. അപ്പോൾ ബൈ ഗൈസ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ ഇനി വീഡിയോ ആയിട്ട് വരില്ല. ഓക്കെ.